റിവിഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 2020 നടക്കുന്ന S2 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് പഠിപ്പിക്കും. അതായത് ചോദിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യിക്കും. അതിനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരും, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് വരും, അതുപോലെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് വരും. അപ്പോൾ ഇതിനകത്തുള്ള വീഡിയോസൊക്കെ ഈ പ്രോബ്ലംസൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ട്രാൻസ്പോസിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം കൂടി 10-25 മാർക്കിനുള്ള പ്രോബ്ലംസ് ഈ യൂണിറ്റിൽ നിന്ന് മാത്രം തന്നെ ചോദിക്കും. അപ്പം ജയിക്കാനുള്ള മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇപ്പോൾ 75 മാർക്കിൽ മതി, 30 മാർക്ക് മതി ജയിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ 201, സെക്കൻഡ് റോ 213, തേർഡ് റോ 1 - 1 0. അപ്പോൾ ഈ മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്നുള്ള മെട്രിക്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A² മൈനസ് 5 × A + 6 × Iയുടെ വാല്യൂ. ഈ ടൈപ്പ് പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട്. ചില സമയത്ത് പ്രൂവ് ദാറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് A² കണ്ടുപിടിക്കണം, 5A കണ്ടുപിടിക്കണം, 6I. I എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽസ് എല്ലാം 1 വരും, ബാക്കിയെല്ലാം 0 വരും. അതിപ്പം എഴുതി കാണിക്കാം എൻ്റെ സമയത്ത്. അപ്പോൾ നമുക്കിവിടെ A² ആണ് ആദ്യം വേണ്ടത്. A² എന്ന് പറഞ്ഞാൽ എയും തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ A എന്നുള്ള മെട്രിക്സ് എഴുതും, വീണ്ടും A എന്നുള്ള മെട്രിക്സ് എഴുതും. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിൻ്റെ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളത്തിനെല്ലാം മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 201 ആണ്. ആ 201 കൊണ്ട് ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കാം നമുക്ക്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ 2 × 2 4 എന്ന് വരും, പ്ലസ് 0 × 2 0 എന്ന് വരും, പ്ലസ് 1 × 1 1 എന്ന് വരും, 4 + 1 5 എന്ന് വരും. അടുത്തത് 2 × 0 0 എന്ന് വരും, പ്ലസ് 0 × 1 0 എന്ന് വരും, പ്ലസ് -1 × 1 ഈസ് -1. അപ്പോൾ ആൻസർ -1. 0 0 -1 ഈസ് -1. ഇവിടെ വരും എന്ത് വരും നോക്കാം. 2 × 1 2, പ്ലസ് 0 × 3 0, പ്ലസ് 1 × 0 0. അപ്പോൾ ആൻസർ 2. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 5 - 1 2 എന്ന് കിട്ടും. അപ്പോൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ A² എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ നമുക്ക് കിട്ടും. ഫസ്റ്റ് റോ 5 - 1 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോ എടുക്കണം. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെയും, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സെക്കൻഡ് റോ എടുത്തു. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 2 1 3. അപ്പോൾ സെക്കൻഡ് റോ ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ 2 × 2 4, പ്ലസ് 1 × 2 2, പ്ലസ് 3 × 1 3. ആൻസർ 9. 4 + 2 6 + 3 9. ഇത് 2 × 0 0, പ്ലസ് 1 × 1 1, പ്ലസ് 3 × -1 ഈസ് -3. ഇത് 1 - 3 ആണ്. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇത് 2 × 1 2, പ്ലസ് 1 × 3 3, പ്ലസ് 3 × 0 0. അപ്പോൾ 2 + 3 5. അപ്പോൾ ഇതാണ് 9 - 2 5 ആണ് നമ്മുടെ സെക്കൻഡ് റോ. അപ്പോൾ ഇവിടെ 9 - 2 5 എന്ന് എഴുതണം. 9 - 2 5. ഇനി നമ്മൾ തേർഡ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും അപ്പോൾ തേർഡ് റോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 2 2 എന്ന് വരും, പ്ലസ് -1 × 2 -2 എന്ന് വരും, 0 × 1 0 എന്ന് വരും. ഇവിടെ ആൻസർ 2 - 2 0 എന്ന് വരും. ഇത് 1 × 0 0, പ്ലസ് -1 × 1 ഈസ് -1, പ്ലസ് 0 × -1 ഈസ് 0. അപ്പോൾ ഇവിടെ ആൻസർ -1 എന്ന് വരും. ഇത് 1 × 1 1, പ്ലസ് -1 × 3 ഈസ് -3, പ്ലസ് 0. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ ഇത് 0 -1 -2. അപ്പോൾ ഇവിടെ തേർഡ് റോ 0 -1 -2. ഇങ്ങനെയാണ് നിങ്ങൾ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിൻ്റെ എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക,
സെക്കൻഡ് റോ കൊണ്ട് എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് റോ കൊണ്ട് എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാതെ ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നിന് താഴെ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എ സ്ക്വയർഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് 5a വേണം. അടുത്തത് 5 × a ആണ്. അപ്പോൾ 5 കൊണ്ട് a എന്നുള്ള മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 × 2 10 എന്ന് വരും, ഇത് 0 എന്ന് വരും, ഇത് 5 × 1 5 എന്ന് വരും. അപ്പോൾ 10 0 5, ഇത് 10, ഇത് 5 15, അടുത്ത 5 -5 0. ഇതാണ് 5a. ഇനി നമുക്ക് 6i കണ്ടുപിടിക്കണം. 6 × i is equal to 6 കൊണ്ട് i മൾട്ടിപ്ലൈ ആണ്. i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സ് 0. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 0 0 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, ബാക്കിയെല്ലാം 0. ഇത് 0, ഇത് 6, ഇത് 0, ഇത് 0, ഇത് 0, ഇത് 6. ഇങ്ങനെ വരും. അപ്പം എ സ്ക്വയർഡ് കിട്ടി, 5a കിട്ടി, 6i കിട്ടി. ഇനി നമുക്ക് എ സ്ക്വയർഡ് -5a + 6i കണ്ടുപിടിക്കണം. അടുത്തത് എ സ്ക്വയർഡ് -5a + 6i. അപ്പോൾ എ സ്ക്വയർഡ് എഴുതണം, മൈനസ് ഇത് 5a ആണ്, അത് എഴുതി, പ്ലസ് ഇത് 6i. അപ്പോൾ എ സ്ക്വയർഡ് -5a + 6i എല്ലാ മാട്രിക്സ് രൂപത്തിലോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിലാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 5 മൈനസ് കറസ്പോണ്ടിങ് എലമെൻറ്റ് 10 ആണ്. അപ്പോൾ 5 - 10 പിന്നെ +6. അപ്പോൾ ഇവിടെ 5 - 10 + 6 എന്ന് വരും. അടുത്ത ഇത് -1 -0, -1 -0 പ്ലസ് ഇവിടെ 0. അടുത്തത് 2 -5, ഇത് 2 കഴിഞ്ഞിട്ട് ഇത് മൈനസ്, ഇത് 5. അപ്പോൾ 2 - 5 + 0. അങ്ങനെ ഓരോന്ന് ചെയ്യണം. അപ്പോൾ 9 - 10 + 0, ഇത് -2 -5 + 6, ഇത് 6 വരും. അടുത്ത ഇത് 5 - 15 + 0. അടുത്തത് 0 -5 + 0. അടുത്ത -1 -5 + 0. അടുത്ത -2 -0 + 6. കറസ്പോണ്ടിങ് എലമെൻറ്റ്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇത് 6 + 5 11 - 10 1, ഇത് -1, ഇത് 2 - 5 -3, ഇത് 9 - 10 -1, ഇത് 2 - 5 -2 - 5 -6, -7 + 6 is -1. അടുത്ത 5 - 15 -10, അത് -5. അടുത്തത് -1, ഇത് +5 ആണ്, +5. അപ്പം -1 + 5 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. ഇത് -2 + 6 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. 1 -1 -3 -1 -1 -10 -5 4 4. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇച്ചിരി ലെങ്തി പ്രോബ്ലമാണ്. നിങ്ങൾ ചെയ്ത് തെറ്റിച്ച് കളയരുത്. അപ്പോൾ എഴുതി പഠിക്കുക ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. ഇതിനൊക്കെയുള്ള പ്രോബ്ലംസ് വേറെയും ചോദിച്ചിട്ടുണ്ട്, ഇതല്ലാതെ വേറെയും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രോബ്ലം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എ ട്രാൻസ്പോസിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എ എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് റോയെ കോളമാക്കി മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ എവിടെയൊക്കെ റോ കാണുന്നോ ആ റോയൊക്കെ കോളമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. അപ്പോൾ ഇവിടെ എ ട്രാൻസ്പോസ് × ബി. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതൊരു റോയാണ്. 0 2 3 എന്ന് പറയുന്ന ഒരു റോയാണ്. അതിനെ അങ്ങ് കോളമാക്കുക. കോളമാക്കുമ്പോൾ താഴോട്ട് എഴുതണം 0 2 3. ഇതാണ് കോളം. ഈ ബി എന്ന് പറയുന്നത് ഇത് തന്നെ 1 4 -1 is equal to മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഫസ്റ്റ് റോ കൊണ്ടാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിൽ 8 എലമെൻറ്റേ ഉള്ളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അപ്പോൾ 0 × 1 കഴിഞ്ഞു. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അപ്പോൾ 0 × 4 അതും കഴിഞ്ഞു. നേരത്തെ കണക്ക് നീട്ടി ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ ഈ കോളത്തിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ്. റോയിലും ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ 0 × 1
അത് കഴിഞ്ഞു. അടുത്ത 0 ഇൻറ്റു 4 അതും കഴിഞ്ഞു. അടുത്തത് ഫസ്റ്റ് റോ ഉണ്ട് തേർഡ് കോളം, അപ്പോൾ 0 ഇൻറ്റു -1 അതും കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോ 2 ആണ്. ആ 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 ഇൻറ്റു 1. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അപ്പോൾ 2 ഇൻറ്റു 4. സെക്കൻഡ് റോ തേർഡ് കോളം 2 ഇൻറ്റു -1. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി തേർഡ് റോ 3 മാത്രമേ ഉള്ളൂ. 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 ഇൻറ്റു 1, 3 ഇൻറ്റു 4, 3 ഇൻറ്റു -1. ഇതാണ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് 0 0 0 2 8 -2 3 12 -3 എന്നങ്ങോട്ട് എഴുതണം. അടുത്ത പ്രോബ്ലം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇവിടെ ചെയ്യേണ്ടത് എയും ബിയും കൂടെ ആഡ് ചെയ്യണം. എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിക്കാം. ആദ്യം എ പ്ലസ് ബി കാണാനായിട്ട് ഈ 0യും ഈ 1ഉം കൂടെ ആഡ് ചെയ്യണം. 0 + 1 1. അടുത്ത ഈ 2ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യണം. 2 + 1 3. ഈ -1ഉം 3യും കൂടെ ആഡ് ചെയ്യണം. -1 + 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അടുത്ത ഈ 3യും -1ഉം കൂടെ ആഡ് ചെയ്യണം. 3 + -1 അതും 2 ആണ്. ഇതാണ് എ പ്ലസ് ബി. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ ചെയ്യേണ്ടത് റോ കോളമായി മാറണം. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കണം. ഫസ്റ്റ് റോ 1 3 അതിവിടെ ഫസ്റ്റ് കോളമായിട്ട് എഴുതണം. അതുപോലെ സെക്കൻഡ് റോ 2 2 അതിനെ സെക്കൻഡ് കോളം ആക്കണം. 2 2. ഇതാണ് എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള 2 മാർക്കിനുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ അടുത്ത പ്രോബ്ലമാണ്. എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ 3 റോയും 1 2 3 റോയും 2 കോളവുമുള്ള മെട്രിക്സ് ആണ്. ഇത് 2 റോയും 3 കോളവുമുള്ള മെട്രിക്സ്. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കണം. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം? എയുടെയും ട്രാൻസ്പോസ് എടുക്കണം, ബിയുടെയും ട്രാൻസ്പോസ് എടുത്തിട്ട് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടും തുല്യമാണെന്ന് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻറ്റു ബി എടുക്കാം. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം എ എഴുതണം, രണ്ടാമത് ബി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് റോ 2 - 1. 2 - 1 കൊണ്ട് ഫസ്റ്റ് കോളം 2 1നെ മൾട്ടിപ്ലൈ ആണ്. 2 - 1 കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ആണ്. 2 - 1 കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 - 1 കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 - 1 കൊണ്ട് തേർഡ് കോളം 1 1 അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കാം. 2 × 2 4 പ്ലസ് -1 × 1 ഈസ് -1. അപ്പോൾ 4 - 1 3 എന്ന് വരും. ഇത് 2 × 0 0 പ്ലസ് -1 × 3 -3. അപ്പോൾ ആൻസർ -3. ഇത് 2 × 1 2 പ്ലസ് -1 × 1 ഈസ് -1. 2 - 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 3 - 3 1 എന്ന് വരും. അതാണ് ഫസ്റ്റ് റോ കൊണ്ടുള്ള ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3 - 3 1 എന്ന് ആൻസർ കിട്ടും. അടുത്ത് നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ 3 0. 3 0 കൊണ്ട് ഫസ്റ്റ് കോളം 2 1. 3 0 കൊണ്ട് സെക്കൻഡ് കോളം 0 3 അതിനെ മൾട്ടിപ്ലൈ ആണ്. അതുപോലെ സെക്കൻഡ് റോ 3 0 കൊണ്ട് തേർഡ് കോളം 1 1നെ മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 പ്ലസ് 0 × 1 ഈസ് 0. അപ്പോൾ 6 എന്ന് കിട്ടും. 3 × 0 0 പ്ലസ് 0 × 3 ഈസ് 0. അപ്പോൾ 0 എന്ന് കിട്ടും. അടുത്ത 3 × 1 3 പ്ലസ് 0 × 1 ഈസ് 0. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 6 0 3. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോ ആയിട്ട് 6 0 3 എഴുതണം. ഇനി തേർഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. തേർഡ് റോ എന്ന് പറയുന്നത് 1 2. 1 2 കൊണ്ട് 2 1നെ മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 1 2 കൊണ്ട് തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം 0 3യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. തേർഡ് റോ കൊണ്ട് തേർഡ് കോളം 1 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 2 പ്ലസ് 2 × 1 2 ഈസ് ഈക്വൽ ടു 4. 1 × 0 0 പ്ലസ്
2 into 3 6 is equal to 6. ഇത് 1 into 1 1 plus 2 into 1 2 is equal to 3. 4 6 3 എന്ന് വരും. ഇത് 4 6 3. ഇതാണ് A into B. നമുക്ക് വേണ്ടത് എ ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ എ ബി ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ റോ എല്ലാം കോളമാക്കി മാറ്റുക. ഇത് ഫസ്റ്റ് റോ 3 - 3 ഫസ്റ്റ് കോളം ആക്കണം. അപ്പോൾ ഇതിങ്ങനെ വരും 3 - 3 1 ഫസ്റ്റ് കോളമായി. സെക്കൻഡ് റോ 603 സെക്കൻഡ് കോളമാക്കണം. സെക്കൻഡ് റോ 603 സെക്കൻഡ് കോളമാക്കണം. തേർഡ് റോ 463 തേർഡ് കോളമാക്കണം. ഇതാണ് എ ബി ദി ഹോൾ ട്രാൻസ്പോസ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കണം. അടുത്ത നമ്മൾ എയുടെയും ബിയുടെയും ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. റൈറ്റ് സൈഡിൽ എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ആവശ്യമുണ്ട്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ 2 - 1 ഫസ്റ്റ് കോളം ആവും. 2 - 1 ഫസ്റ്റ് കോളം. 30 സെക്കൻഡ് കോളം അല്ല സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് മാറി. തേർഡ് റോ 1 2 തേർഡ് കോളമായി മാറി. ഇതാണ് എ ട്രാൻസ്പോസ്. അടുത്ത ബി ട്രാൻസ്പോസ്. ഇവിടുത്തെ ഫസ്റ്റ് റോ 201 ആണ്. അത് ഫസ്റ്റ് കോളമാക്കണം. അപ്പോൾ 201 ഫസ്റ്റ് കോളം. 131 സെക്കൻഡ് റോ അത് സെക്കൻഡ് കോളമായി മാറും. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കിട്ടി. ഇനി ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നമ്മൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ബി ട്രാൻസ്പോസ് എഴുതണം. ബി ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് എഴുതി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എ ട്രാൻസ്പോസ് എഴുതി. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് റോ 2 1 ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇത് 2 into 2 4 ആണ്. പ്ലസ് 1 into -1 is -1. 4 - 1 3 എന്ന് വരും. അടുത്ത 2 into 3 6 ആണ്. പ്ലസ് 1 into 0 0 അപ്പോൾ 6 എന്ന് വരും. ഇത് 2 into 1 2 പ്ലസ് 1 into 2 2 4 എന്ന് വരും. അപ്പോൾ 3 4 6 എന്ന് വരും. അല്ല 3 6 4 എന്ന് വരും. ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ 3 6 4. അതാണ് ഫസ്റ്റ് റോ. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് റോ കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ. സെക്കൻഡ് റോ 0 3 അതുകൊണ്ട് ഫസ്റ്റ് കോളം 2 - 1. സെക്കൻഡ് റോ 0 3 സെക്കൻഡ് കോളം 3 0. സെക്കൻഡ് റോ 0 3 തേർഡ് കോളം 1 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 into 2 0 പ്ലസ് 3 into -3 -3 ആൻസർ -3. 0 into 3 0 പ്ലസ് 3 into 0 0 ആൻസർ 0. 0 into 1 0 പ്ലസ് 3 into 2 6 is equal to 6. അപ്പോൾ -3 0 6 എന്ന് വരും. -3 0 6. ഇനി നമ്മൾ തേർഡ് റോ എടുക്കണം. തേർഡ് റോ 1 1 അതുകൊണ്ട് ഫസ്റ്റ് കോളം 2 - 1. തേർഡ് റോ 1 1 അതുകൊണ്ട് സെക്കൻഡ് കോളം 3 0. അടുത്തത് തേർഡ് റോ 1 1 അതുകൊണ്ട് തേർഡ് കോളം 1 2നെ മൾട്ടിപ്ലൈ ആണ്. ഇത് 1 into 2 2 പ്ലസ് -1 into 1 is -1. 2 - 1 is equal to 1. അടുത്ത 3 into 1 is equal to 3 പ്ലസ് 1 into 0 0 ആൻസർ 3. അടുത്ത 1 into 1 is 1 plus 1 into 2 is 2 is equal to 3. 1 3 3. ഇതാണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നേരത്തെ നമ്മൾ എ ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഇതും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങൾ എഴുതി പഠിക്കണം ഈ പ്രോബ്ലമൊക്കെ. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രോബ്ലം ഈ 145223310 ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. എന്നാലും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എ എന്നുള്ളൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിന് നമ്മൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതണം. അപ്പോൾ നോക്കാം നമുക്ക്. എ ആദ്യം ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ ട്രാൻസ്പോസ്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എയുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതണം. എയുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആവും. എയുടെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവും. എയുടെ തേർഡ് റോ തേർഡ് കോളം ആവും. ഇതാണ് എ ട്രാൻസ്പോസ്. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യണം. ഈ 1ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യണം. 1 + 1 2. ഈ 2ഉം ഈ 4ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2 + 4 6. ഈ 3ഉം ഈ 5ഉം കൂടെ ആഡ് ചെയ്യണം. 8.
ഈ 4ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്യണം 6, ഈ 2ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്യണം 4, ഈ 1ഉം ഈ 3ഉം കൂടെ ആഡ് ചെയ്യണം 4, ഈ 5ഉം ഈ 3ഉം കൂടെ ആഡ് ചെയ്യണം 8, ഈ 3ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യണം അപ്പോൾ 4, 0യും 0ഉം കൂടെ ആഡ് ചെയ്യണം 0. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ഇസ് ഈക്വൽ ടു, ഇത് 1 എന്ന് വരും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, ഇത് 4, ഇത് 3, 2, 2, അതായത് ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. ഇതിന് പി എന്ന് പേര് കൊടുക്കണം. ഓക്കെ, ഇനി ഇത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ രണ്ട് എലമെൻറ്റ് സെയിം ആണ്, ഈ എലമെൻറ്റും ഈ എലമെൻറ്റും സെയിം ആണ്, ഈ എലമെൻറ്റും ഈ എലമെൻറ്റും സെയിം ആണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് അതിന് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇതും ഇതും സെയിം ആയിരിക്കണം, ഇതും ഇതും സെയിം ആയിരിക്കണം, ഇതും ഇതും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അപ്പം പി ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി നമുക്ക് അടുത്തൊരു മെട്രിക്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എയും എ ട്രാൻസ്പോസും ആഡ് ചെയ്ത പോലെ എയും നിന്ന് എ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യണം. എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, എയിൽ 1 നിന്ന് എ ട്രാൻസ്പോസിന്റെ 1 സബ്ട്രാക്ട് ചെയ്യണം. 1 മൈനസ് 1, ഇത് 4, 4 മൈനസ് 2, ഇത് 5, ഇത് 3, 5 മൈനസ് 3, ഇത് 2, ഇത് 4, അപ്പം 2 മൈനസ് 4, ഇത് 2, ഇത് 2, അപ്പം 2 മൈനസ് 2, ഇത് 3, ഇത് 1, അപ്പോൾ 3 മൈനസ് 1, ഇത് 3, ഇത് 5, അപ്പോൾ 3 മൈനസ് 5, ഇത് 1, ഇത് 3, 1 മൈനസ് 3, ഇത് 0, ഇത് 0, അപ്പോൾ 0 മൈനസ് 0 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 0, 4 മൈനസ് 2 2, 5 മൈനസ് 3 2, ഇത് മൈനസ് 2, ഇത് 0, ഇത് 2, ഇത് മൈനസ് 2, ഇത് മൈനസ് 2, ഇത് 0. സിംപ്ലിഫൈ ചെയ്തു. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ഇസ് ഈക്വൽ ടു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 1 1, മൈനസ് 1 0 1, മൈനസ് 1 മൈനസ് 1 0. ഇതിന് ക്യൂ എന്ന് പേര് കൊടുക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഇത് 1 അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മൈനസ് 1, ഇത് 1 അതിൻ്റെ ഓപ്പോസിറ്റ് മൈനസ് 1, ഇത് 1 അതിൻ്റെ ഓപ്പോസിറ്റ് മൈനസ് 1. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അല്ലെങ്കിലും എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യണം. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യണം. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേ, പി എന്ന് പറഞ്ഞാൽ ഇതാ, ഈ 1ഉം ഈ 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 1 കിട്ടും, ഈ 3യും ഈ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 4 കിട്ടും, ഈ 4ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. നമുക്ക് എന്ത് കിട്ടും, എ തന്നെ കിട്ടും. അപ്പോൾ പിയും ക്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണ്, ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിനെ നമുക്ക് പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. അവിടെ പി എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ആണെന്നറിയണം. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ചെയ്യാനുള്ള 5 മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ഉള്ള തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഈ രൂപത്തിലും ചോദിക്കാം. പ്രൂവ് ദാറ്റ് എനി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നേരത്തെ ഉള്ള പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ എന്തെഴുതണം, പി പ്ലസ് ക്യൂ എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എയുടെ മെട്രിക്സ് തന്നിട്ടില്ല, ജനറലായിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കാം. എ ഒരു പി എന്നുള്ള മെട്രിക്സ് എടുക്കണം. പി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. ഇതാണ് പി. നിങ്ങൾ ഈ പിയുടെ ട്രാൻസ്പോസ് എടുക്കണം. പിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ഈ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. ഇതാണ് പിയുടെ ട്രാൻസ്പോസ്. രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തു. ഈ 1/2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അതിന് ട്രാൻസ്പോസ് ഒന്നും ബാധകമല്ല. അപ്പോൾ 1/2 പുറത്തെടുത്തു. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം എയുടെ ട്രാൻസ്പോസ് എടുക്കണം, പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം, ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ്.
ഇതെന്ന് പറഞ്ഞ് കിട്ടിയത് ഇത് തന്നെ, ഇത് പി തന്നെ കിട്ടുന്നത്. അപ്പോൾ പി ട്രാൻസ്പോസും പിയും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം മെട്രിക്സ് കിട്ടിയാൽ അതിന് സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പി ഇസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ പി ഈസ് സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്യൂ എന്നൊരു മെട്രിക്സ് എടുക്കുകയാണ്. ക്യൂ ഇസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ക്യൂ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ബൈ 2. 2ന് ട്രാൻസ്പോസ് ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. 1/2 ഇൻറ്റു ആദ്യം എയുടെ ട്രാൻസ്പോസ്, അപ്പോൾ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്. 1/2 ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എ തന്നെ കിട്ടും. എ ഇവിടെ ഒരു മൈനസ് പുറത്തെടുക്കണം. മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് 1/2 ഇൻറ്റു എ ആദ്യം എഴുതും, മൈനസ് എ ട്രാൻസ്പോസ് രണ്ടാമത് എഴുതും. അപ്പോൾ മൈനസ് പുറത്തെടുത്താൽ ഇത് തമ്മിൽ തിരിച്ചെഴുതാം. ഇസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ക്യൂ ആണ്. അപ്പോൾ മൈനസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് കിട്ടും. ക്യൂ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് ക്യൂ എന്ന് കിട്ടിയാൽ ആ ക്യൂവിന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക്. ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നിങ്ങൾ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യണം. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. പി പ്ലസ് ക്യൂ. അപ്പം എ എന്ന് പറഞ്ഞാൽ എനി സ്ക്വയർ മെട്രിക്സ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. പി എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. ഇത് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതും 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതും രണ്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് പഠിക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിലൂടെ അത് കവർ ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യുന്നത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. എയുടെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 3 × 5 15 മൈനസ് 8 × 4 32. അപ്പോൾ -17 എന്ന് വരും ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഉണ്ട്. കാര്യം ഞാൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 അല്ലാത്തതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് ബി കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു 0 × 5 0 മൈനസ് 8 × 8 64 മൈനസ് 64. ഇതാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കണം. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എ ബി ഇസ് ഈക്വൽ ടു ആദ്യം എ എഴുതണം, 3 4 8 5. രണ്ടാമത് ബി എഴുതണം, 0 8 8 5. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന റോയും കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. റോ എടുക്കണം. ഫസ്റ്റ് റോ, എയുടെ ഫസ്റ്റ് റോ 3 4. 3 4 കൊണ്ട് ഫസ്റ്റ് കോളം 0 8നെ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത 3 4 കൊണ്ട് സെക്കൻഡ് കോളം 8 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 3 × 0 0 പ്ലസ് 8 × 4 32. ഇത് 3 × 8 24 പ്ലസ് 5 × 4 20. അപ്പോൾ 44 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 44. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ 32 44. അടുത്ത് നമ്മൾ സെക്കൻഡ് റോ എടുക്കണം. സെക്കൻഡ് റോ 8 5. 8 5 കൊണ്ട് ഫസ്റ്റ് കോളം 0 8നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് 8 5 കൊണ്ട് സെക്കൻഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8 × 0 0 പ്ലസ് 8 × 5 40. അപ്പോൾ ഇവിടെ 40 എന്ന് വരും. ഇത് 8 × 8 64 പ്ലസ് 25. അത് 89 എന്ന് വരും. ഇത് 89. അപ്പോൾ 89 ഇവിടെ. ഇതാണ് എ ബി. ഇനി എ ബിക്ക് ഇൻവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ഈ 32ഉം 89ഉം മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് 44ഉം 40ഉം മൾട്ടിപ്ലൈ ചെയ്യണം.
നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് 1088 എന്ന് കിട്ടും. ഇതും നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി നമുക്ക് കിട്ടി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 അല്ല, ഡിറ്റർമിനൻറ്റ് ഓഫ് ബി 0 അല്ല, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബിയും 0 അല്ല. അപ്പോൾ ഇതിനൊക്കെ ഇൻവേഴ്സ് ഉണ്ട്. ഇനി അടുത്ത ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് ആദ്യം അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ADJ എന്ന് എഴുതാം. അഡ്ജോയിൻറ്റ് ഓഫ് എ ബി എഴുതാം. എ ബിയുടെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, 2/2 ആയതുകൊണ്ട്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 89 32ൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് ഇതിന് മൈനസ് കൊടുക്കണം, -44. ഇതിനും മൈനസ് കൊടുക്കണം, -40. ഈ 32നെ ഇവിടെ കൊണ്ടുവരണം, 32. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ ബി. അപ്പോൾ അഡ്ജോയിൻറ്റ് കിട്ടാൻ 2/2ൻ്റെ അഡ്ജോയിൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഈ 2 എലമെൻറ്റ്സിന് മൈനസ് കൊടുക്കണം. ഇനി എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല അത് ഓർത്തിരിക്കണം. അഡ്ജോയിൻറ്റിനെ ഡിറ്റർമിനൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അഡ്ജോയിൻറ്റ് ഓഫ് എ ബിയെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് കിട്ടും. ഇവിടെ അഡ്ജോയിൻറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് 89 -44 -40 32 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി 1088. ഇതാണ് നമ്മുടെ എ ബി ദി ഹോൾ ഇൻവേഴ്സ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം. അതിന് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എ ഇൻവേഴ്സിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ 3ഉം 5 ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 3 വരും. ബാക്കിയുള്ള എലമെൻറ്റ്സ് നെഗറ്റീവ്. അപ്പോൾ ഇത് -4 ആവണം, ഇത് -8, ഈ 3 ഇപ്പുറത്ത് വരും. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജെ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 5 -4 -8 3 ഡിവൈഡഡ് ബൈ എന്താ ഡിറ്റർമിനൻറ്റ് ഓഫ് എ -17. ഇങ്ങനെ എ ഇൻവേഴ്സ് കിട്ടും. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് വേണം. അതിന് അഡ്ജോയിൻറ്റ് ഓഫ് ബി കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഓഫ് ബി അപ്പോൾ ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഈ 5 ഇവിടെ വരും, ഇത് രണ്ടും നെഗറ്റീവ് ആക്കും, -8 ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇതിന് നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ഈ 0 ഇവിടെ വരും. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് ബി. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് ബി ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 5 -8 0 ഡിവൈഡഡ് ബൈ എന്താണ് -64. അതാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും കിട്ടി. ഇനി ബി ഇൻവേഴ്സ് കൊണ്ട് നിങ്ങൾ എ ഇൻവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ബി ഇൻവേഴ്സ് എഴുതി. ഇതാണ് ബി ഇൻവേഴ്സ്. കിടപ്പുണ്ട് ബി ഇൻവേഴ്സ്. ഈ ബി ഇൻവേഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എ ഇൻവേഴ്സ് എഴുതി. ഇതാണ് എ ഇൻവേഴ്സ്. ആ എ ഇൻവേഴ്സിനെ നമ്മൾ അങ്ങോട്ട് എഴുതി. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ 1088 എന്ന് കിട്ടും. 1/1088. ഇനി ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ 5 -8, ഫസ്റ്റ് കോളം 5 -8. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, -80. ഇത് 25 + 64. അപ്പോൾ 64 + 25 89 എന്ന് വരും. 89. ഇത് -40 + 0 -40 എന്ന് വരും. സോറി, ഇത് -80 അല്ല, ഇവിടെ നമ്മൾ എഴുതി മാറിപ്പോയി. 5 -8 കൊണ്ട് സെക്കൻഡ് കോളം -43 മൾട്ടിപ്ലൈ ചെയ്യണം.
ഇത് -20 പ്ലസ് -24, ആൻസർ -44. അപ്പോൾ ഇവിടെ നമ്മൾ 89 -44 എന്ന് എഴുതും. അടുത്ത സെക്കൻഡ് റോ -8 0 കൊണ്ട് 5 - 8 ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -4 3. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. -5 8 × 5 -40 പ്ലസ് 0. ഇത് 32. -8 × -4 32 പ്ലസ് 0. അപ്പോൾ ഇത് -40, ഇത് 32. ഇതാണ് B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ്. അപ്പോൾ AB ദി ഹോൾ ഇൻവേഴ്സ് ഇതാണ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AB ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് 2/2ൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിന് നിങ്ങൾ മൈനസ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് പ്രോബ്ലങ്ങളുണ്ട്. ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. 2/2ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് 1 2 0 3 എന്നുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ A എന്നുള്ള 2/2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് വെരിഫൈ ചെയ്യണം. A × A ഇൻവേഴ്സ്. അപ്പോൾ A ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് Aയും A ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് Aയുടെ റൈറ്റ് സൈഡിൽ A ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, Aയുടെ ലെഫ്റ്റ് സൈഡിൽ A ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടും ഐഡൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് 1ഉം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0യും. ഇതാണ് I എന്ന് പറയുന്നത് ഇവിടുത്തെ. ഇത് 2/2 ആണ്. 2/2ൻ്റെ I ഇതാണ്. 3/3യുടെ I ആകുമ്പം 3 റോയും 3 കോളവും വരും. ഡയഗണൽസ് എല്ലാം 1ഉം ബാക്കിയെല്ലാം 0. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം, ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത പ്രോബ്ലമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് XY Z കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇത് നമ്മൾ സെയിം പ്രോബ്ലം നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യാം. ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. ഒരു 2/2 മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സും കൂടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഈ പ്രോബ്ലത്തിൽ വരും. അപ്പോൾ എല്ലാം ഒറ്റ പ്രോബ്ലത്തിലെല്ലാം കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സിൻ്റെ പ്രോബ്ലവും അഡ്ജോയിൻറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ ഒരു മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോയുടെ XYZൻ്റെ കോഎഫിഷ്യൻസ് എടുക്കണം. കോഎഫിഷ്യൻസ് 2, ഇവിടെ 1, ഇവിടെ 1. സെക്കൻഡ് റോയുടെ കോഎഫിഷ്യൻസ് ഇവിടെ 1, ഇത് -2, ഇത് -1. തേർഡ് റോയിൽ X ഇല്ല. X ഇല്ലാത്തതുകൊണ്ട് കോഎഫിഷ്യൻറ്റ് 0 എന്ന് കൊടുക്കണം. ഇവിടെ കോഎഫിഷ്യൻറ്റ് 3, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് -5. അപ്പോൾ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്തിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. ഇൻറ്റു പിന്നെ നമ്മൾ XYZ ഉണ്ടല്ലോ, ആ XYZ എല്ലാം കൂടെ ഒരു കോളമാക്കി എഴുതണം. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്തിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്തു. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ വേരിയബിൾസ് XYZ ഒക്കെ എടുത്തിട്ട് ഒരു കോളമാക്കി എഴുതി. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോളം ഓഫ് കോൺസ്റ്റൻസ് 1 3/2 9. ഇപ്പോൾ ഇതെല്ലാവരും മെട്രിക്സ് രൂപത്തിലാണ്. ഇതിനെയാണ് മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യൻ്റ് മെട്രിക്സിന് ക്യാപിറ്റൽ A എന്ന് പേര് കൊടുക്കണം. ഇത് XYZ എന്നുള്ള വേരിയബിൾസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ക്യാപിറ്റൽ X എന്ന് കൊടുക്കാം. ഈ റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റിക്ക് ആ കോളത്തിന് ക്യാപിറ്റൽ B എന്ന് കൊടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Xഉം Yഉം Zഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ X കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A ഇൻവേഴ്സ് വേണം. A ഇൻവേഴ്സ് കൊണ്ട് B യെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് X കിട്ടും. അപ്പോൾ നമ്മൾ A ഇൻവേഴ്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് A വേണം. ആദ്യം നമുക്ക് ഈ മെട്രിക്സ് അങ്ങോട്ട് എഴുതാം. A ഇസ് ഈക്വൽ ടു 2 1 1 1 - 2 - 1 0 3 - 5. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ അത് 0 ആണോ അല്ലയോ എന്ന് ആദ്യമേ നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഡിറ്റർമിനൻറ്റ് ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഞാൻ എപ്പോഴും ചെയ്യുന്നില്ല, കാരണം ഇത് 3 4 5 തവണ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞാണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ 34 എന്ന് കിട്ടും.
അതായത് ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക, ആ ഫസ്റ്റ് എലമെൻ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, മൈനസ് സെക്കൻഡ് എലമെൻ്റ് എടുക്കുക, സെക്കൻഡ് എലമെൻ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ ഇത് കിട്ടും, പ്ലസ് തേർഡ് എലമെൻ്റ് ഇൻറ്റു തേർഡ് എലമെൻ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ ഇത് കിട്ടും. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 34 എന്ന് കിട്ടും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ മൊത്തം ചെയ്യുന്നില്ല, നിങ്ങളത് നോക്കി എഴുതിയെടുത്താൽ മതി. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2/2 എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് എയുടെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കുന്നതാണ് 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് ആദ്യമായിട്ട് ഇതിൽ 9 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കണം. ആദ്യത്തെ കോഫാക്ടർ C11 എന്ന് മാർക്ക് ചെയ്യണം. C11 എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടറാണ്. 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്, അതുകൊണ്ടാണ് കോളം 1 എന്ന് എഴുതിയത്. C11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണിക്കാനായിട്ടാണ് C എഴുതിയേക്കുന്നത്. ആദ്യത്തത് റോയും രണ്ടാമത്തത് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ C11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൻ്റെ കോഫാക്ടർ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു -1/1 എന്ന് എടുക്കണം. ഈ 1+1 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് 1+1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഈ 2 വരുന്ന, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വരുന്ന ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്യണം, ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന എലിമെൻറ്റ്സ് ഇവിടെ എഴുതണം. -2 -1 3 -5 അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അടുത്തത് C12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ആദ്യത്തെ 1 റോയിൽ രണ്ടാമത്തെ 1 കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അത് ഡിലീറ്റ് ചെയ്താൽ 1 -1 0 -5 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ -1 ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 1+2 -1 ഇത് C13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളമാണ്. ഫസ്റ്റ് റോ തേർഡ് കോളം കളഞ്ഞാൽ 1 -2 0 3. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് 1 -2 0 3 എന്ന്. ഇത് -1 +3. 1+1 2 ആണ്. -1² എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഇസ് ഈക്വൽ ടു ഇത് -2 × -5 10 -3 × -1 -3 10 + 3 13. ഇവിടെ 1+2 3 ആണ്. -1/3 എന്ന് പറഞ്ഞാൽ 3 തവണ മൈനസ്, അപ്പം മൈനസ് -1 × -5 -5 0 × -1 0, അപ്പോൾ -0, അപ്പോൾ -+5 എന്ന് വരും. അടുത്ത C13 1 + 3 4 ആണ്. 4 ഈവൻ ആണ്, അതുകൊണ്ട് -1/4 പോസിറ്റീവ് ആണ്. ഇത് 1 × 3 3 -0 × -2 0, അപ്പം 3 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 13 5 3. ഇനി നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് C21 C22 C23. ഇതാണ് സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ്. അത് നമ്മൾ ഓരോന്നായിട്ട്. അടുത്ത് നമ്മൾ സെക്കൻഡ് റോ എടുത്തു. അപ്പോൾ C21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് വായിക്കണം. അപ്പോൾ -1/2 + 2. ഈ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം റിമൂവ് ചെയ്താൽ 1 1 3 -5 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 1 3 -5. അടുത്ത C22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇത് സെക്കൻഡ് റോ, ഇത് സെക്കൻഡ് കോളം. ഇതിന് ഡിലീറ്റ് ചെയ്താൽ 2 1 0 -5. ആ 2 1 0 -5 എഴുതി. -1/2 + 2 എന്ന് എഴുതി. ഇത് C23 സെക്കൻഡ് റോ തേർഡ് കോളം. ഇതാണ് സെക്കൻഡ് റോ, ഇതാണ് തേർഡ് കോളം. അത് റിമൂവ് ചെയ്താൽ 2 1 0 3. ആ 2 1 0 3 ഇവിടെ എഴുതി. ഇവിടെ -1/2 + 3. ഈ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഓഡ് ആയതുകൊണ്ട് -1/3 നെഗറ്റീവ് ആണ്. -1 × -5 -5 എന്ന് വരും. -3 × 1 3 എന്ന് വരും. അപ്പോൾ എന്താ -8 is equal to +8. അടുത്തത് 2 + 2 4 ആണ്. -1/4 എന്ന് പറയുന്നത് ഈവൻ ആയതുകൊണ്ട് പ്ലസ് ആവും. അപ്പോൾ 2 × -5 -10 -0, അപ്പോൾ -10 എന്ന് വരും. അടുത്തത് ഇത് 2 + 3 5 ആണ്. 5 ഓഡ് നമ്പറാണ്. അപ്പോൾ -1/4 ഓഡ് നമ്പർ നെഗറ്റീവ് ആണ്. അപ്പം -2 × 3 6 -0 × 1 0, അപ്പോൾ -6 എന്ന് വരും. ഇതാണ് സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ്. ആ ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് എഴുതി, സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് എഴുതി. ഇനി തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് നമ്മൾ എഴുതണം. അടുത്തത് തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് ആണ്. അപ്പം വേണ്ടത് നമ്മൾ ഇത് 3 1 എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഫസ്റ്റ് കോളം. അപ്പം -1/3 + 1
തേർഡ് റോ ഡിലീറ്റ് ചെയ്യുന്നു. തേർഡ് റോയും ഫസ്റ്റ് കോളവും പോയാൽ 1 1 -2 -1 അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇസ് ഈക്വൽ ടു -1/3 +1 3 + 1 4 ആണ്. -1/4 ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ 1 × -1 -1 -2 × 1 is -2. അപ്പോൾ -1 + 2 ഇസ് ഈക്വൽ ടു 1. അടുത്തത് ഇത് 3 + 2 തേർഡ് റോ സെക്കൻഡ് കോളത്തിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ 3 2 എന്ന് എഴുതാം. അപ്പോൾ -1/3 + 2 എന്ന് എഴുതണം. 3 + 2 5 ആണ്. 5 ഓഡ് ആയതുകൊണ്ട് ഇത് മൈനസ് വരും. അപ്പോൾ -2 × -1 -2 -1 × 1 is 1 is equal to -2 -1 is -3 -3 is 3. അപ്പോൾ 3 എന്ന് വരും. is equal to 3 + 3 6 ആണ്. ഈവൻ ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. 2 × -2 -4 -1 × 1 1 -5 എന്ന് വരും. അപ്പോൾ ഈ 9 എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ കോഫാക്ടേഴ്സ് എടുത്തിട്ട് നമുക്കൊരു മാട്രിക്സ് ഫോം ചെയ്യണം. അതിന് കോഫാക്ടർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് ഓഫ് ക്യാപിറ്റൽ. ആദ്യത്തെ 3 എലമെൻറ്റ് ഫസ്റ്റ് റോ. അപ്പോൾ 13 5 3 ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. അടുത്ത 3 എണ്ണം 8 -10 -6 അത് സെക്കൻഡ് റോ. അടുത്ത 3 എണ്ണം 1 3 -5 അത് തേർഡ് റോ. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടി. ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി നിങ്ങൾ ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഡ്ജോയിൻറ്റ്. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. അഡ്ജോയിൻറ്റ് ഓഫ് എ കാണണം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കണം. 13 5 3 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ട് മാറും. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവും. അപ്പോൾ 8 -10 -6 സെക്കൻഡ് കോളമായി. തേർഡ് റോ അത് തേർഡ് കോളം ആവണം. 1 3 -5 ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adj by determinant of A is equal to 13 8 1 5 -10 3 3 -6 -5 divided by 34. ചില പ്രോബ്ലത്തിൽ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ മാത്രമുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് 5 മാർക്കിന്. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ച് നിർത്തുക. ഡിറ്റർമിനൻറ്റ് എന്തായാലും ഡിറ്റർമിനൻറ്റ് ആ സമയത്ത് ഡിറ്റർമിനൻറ്റ് കാണണമെന്നില്ല. അഡ്ജോയിൻറ്റ് മാത്രം ചോദിക്കുന്ന സമയത്ത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ കാണണമെന്നില്ല. അപ്പോൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ച് എഴുതുക. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എയും വേണം, ഡിറ്റർമിനൻറ്റ് ഓഫ് എയും വേണം. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം എക്സും വൈസും കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കൊണ്ട് ബിയെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ നമ്മൾ എ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്, ബി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബിയും എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഇസഡും, അതാണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്, എക്സ് വൈ ഇസഡ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ 1 3/2 9. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. 1/34 മാറ്റി നിർത്താം നമുക്ക്. 1/34. ഇനി ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 13 × 1 + 8 × 3/2 + 1 × 9. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അടുത്ത സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. 5 × 1 + -10 × 3/2 + 3 × 9. അടുത്ത തേർഡ് റോ ഫസ്റ്റ് കോളം. 3 × 1 + -6 × 3/2 + -5 × 9 is equal to 1/34 into. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. കാൽക്കുലേറ്റർ വെച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തത് 34 എന്ന് കിട്ടും. ഇത് 34. രണ്ടാമത്തത് 17. മൂന്നാമത്തത് -51. അപ്പോൾ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 34/34 1, 17/34 1/2, -51/34 -3/2. ലെഫ്റ്റ് സൈഡിൽ
ക്യാപിറ്റൽ എക്സ് ആണ്, അത് എക്സ് വൈ ഇസഡ്. അപ്പോൾ ആദ്യത്തത് എക്സ്, രണ്ടാമത്തത് വൈ, മൂന്നാമത്തത് ഇസഡ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 1/2, ഇസഡ് ഇസ് ഈക്വൽ ടു -3/2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ നിങ്ങളിത് ചെയ്ത് പഠിക്കുക. ഇതിനൊക്കെയുള്ള സിമിലർ പ്രോബ്ലംസും ഇവരൊപ്പം ചെയ്ത് പഠിക്കണം. ഇത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടർ മാട്രിക്സ് കണ്ടുപിടിക്കണം, അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ്. അതിൻ്റെ ആൻസർ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോക്കി ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതോടുകൂടി യൂണിറ്റ് 2ൻ്റെ റിവിഷൻ കഴിഞ്ഞു. ഇത്രയും പ്രോബ്ലംസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് വരെ കിട്ടുന്നതാണ്. 30 മാർക്കാണ്. 75-ൽ 40% എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 30 മാർക്ക് വേണ്ടി വരും. അപ്പോൾ 30 മാർക്ക് നിങ്ങൾ 30-35 മാർക്ക് വേണം. 25 മാർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള 10 മാർക്കുകൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. യൂണിറ്റ് 2 അടുത്ത് നമുക്ക് യൂണിറ്റ് 1ൻ്റെ റിവിഷനിലാണ് പോവാം.